അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനീസിൻ്റെ ഇല്ലസ്ട്രേഷൻ 5 ആണ് ഡിസ്കസ് ചെയ്യാൻ പോണേ. ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ദ ബുക്ക് ഓഫ് എ ബാങ്ക് ഇൻക്ലൂഡ് എ ലോൺ ഓഫ് 5 lakh അഡ്വാൻസ്ഡ് ഓൺ 31st December 2020. ഇൻട്രസ്റ്റ് ചാർജബിൾ അറ്റ് 16% per annum, കോമ്പൗണ്ടഡ് ക്വാർട്ടർലി. അപ്പോൾ ബാങ്കിൻ്റെ ബുക്സിലുള്ള ലോൺ എത്ര? 5 lakh ആണ്. അതിന് ഇൻട്രസ്റ്റ് 16% ആണ്. കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് ആണ് വരുന്നത്, സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ല. അപ്പോൾ ദ സെക്യൂരിറ്റി ഫോർ ദ ലോൺ ബീയിങ് 7,000 ഷെയർസ് ഓഫ് 100 ഈച്ച്. അപ്പോൾ സെക്യൂരിറ്റി എത്ര കൊടുത്തിരിക്കുന്നത്? 7,000 ഷെയർസ് അറ്റ് 100 ഈച്ച് ആണ്. അപ്പോൾ 7,000 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 7 lakh സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ എത്രയേ ഉള്ളൂ? 90 ഈച്ചേ ഉള്ളൂ. അപ്പോൾ 7,000 ഇൻറ്റു 90 6,10,000 ആണ് മാർക്കറ്റ് വാല്യൂ വരുന്നത്. ദർ ഇസ് നോ റീപേയ്മെൻറ്റ് ടിൽ 31st March 2022. അപ്പോൾ 31st December 2020 എടുത്ത ലോണ് 31 March 2022 വരെ ഒരു റീപേയ്മെൻറ്റും ഉണ്ടായിട്ടില്ല. On 31st March 2022, the value of shares declined to 80%. സെക്യൂരിറ്റി കൊടുത്ത ഷെയർസിൻ്റെ വാല്യൂ എത്രയായിട്ട് 80 per ഷെയർ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്രയായിരിക്കും ഇപ്പോൾ വാല്യൂ? 7,000 ഇൻറ്റു 80 എന്ന് പറയുമ്പോൾ 5,60,000. ഹൗ വുഡ് യു ക്ലാസിഫൈ ദ ലോൺ ആസ് സെക്യൂർഡ് ആൻഡ് അൺസെക്യൂർഡ് ഇൻ ബാലൻസ് ഷീറ്റ്? അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ സെക്യൂർഡ് അസറ്റിനെയും നോൺ സെക്യൂർഡ് അസറ്റിനെയും കാണിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ് സെക്യൂർഡ് അസറ്റ്, എന്താണ് അൺസെക്യൂർഡ് അസറ്റ് എന്നൊരു ഐഡിയ പറയാം. ഇപ്പോൾ ബാങ്ക് കസ്റ്റമേഴ്സിന് ലോൺ കൊടുക്കുമ്പോൾ, ലോണും അഡ്വാൻസും ഒക്കെ കൊടുക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് സെക്യൂരിറ്റി മേടിച്ച് വയ്ക്കും, അല്ലെ എന്തെങ്കിലും അസറ്റായിട്ടോ ഗോൾഡായിട്ടോ സെക്യൂരിറ്റി മേടിച്ച് വയ്ക്കും. അങ്ങനെയുള്ള സെക്യൂരിറ്റി മേടിച്ച് ലോൺ കൊടുക്കുന്ന അസറ്റുകളാണ് സെക്യൂർഡ് അസറ്റായിട്ട്, ബാങ്കിൻ്റെ സെക്യൂർഡ് അസറ്റായിട്ട് വരിക. അൺസെക്യൂർഡ് അസറ്റ് എന്ന് പറയുമ്പോൾ ഒരു തരത്തിലുള്ള സെക്യൂരിറ്റികളും കൊടുക്കാതെ ബാങ്ക് കൊടുക്കുന്ന ലോൺസ്, അതായിരിക്കും അൺസെക്യൂർഡ് ആയിട്ട് ബാലൻസ് ഷീറ്റിൽ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ആദ്യം നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് എത്രയുണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ക്വാർട്ടറിൻ്റെ എൻഡിങ് ആണ്. ഫസ്റ്റ് ക്വാർട്ടർ ഏതാ വരിക? Jan, February, March ആണ്. മാർച്ചിൻ്റെ എൻഡിങ് 31st March 2021. അത് കഴിഞ്ഞ് 3 മാസത്തെ 30th June 2021, പിന്നെ സെപ്റ്റംബർ, ഡിസംബർ, മാർച്ച്, അങ്ങനെ ക്വാർട്ടേഴ്സിൻ്റെ എൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ എത്ര രൂപയുടെ ലോണാണ്? 5 lakhൻ്റെ ലോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ 5 lakh ഇൻട്രസ്റ്റ് ഫസ്റ്റ് ക്വാർട്ടറിൽ 5 lakh ഇൻറ്റു എത്ര പെർസെൻറ്റേജ് ആണ്? 16% പെർ ആനാണ്. 16% പെർ ആനല്ലല്ലോ, ഇവിടെ ക്വാർട്ടറാണ്. അപ്പോൾ എത്ര? 3/12. അപ്പോൾ എത്ര ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് കിട്ടുക എന്ന് വെച്ചാൽ 20,000 റുപ്പീസാണ് ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് കിട്ടുക. അപ്പോൾ ഇവിടെ കോമ്പൗണ്ടഡ് ഇൻട്രസ്റ്റ് ആണ്, കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ പ്രിൻസിപ്പിൾ പ്ലസ് ഇൻട്രസ്റ്റിൻ്റെ കോളാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ എത്ര? 5 lakh ഇൻട്രസ്റ്റും 5 lakh പ്രിൻസിപ്പൽ എമൗണ്ടും 20,000 ഇൻട്രസ്റ്റും. അപ്പോൾ ടോട്ടൽ എത്ര വരും? 5,20,000 വരും. സെക്കൻഡ് ക്വാർട്ടറിലെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ എമൗണ്ട് ആവശ്യമുണ്ട്. അപ്പോൾ എങ്ങനെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക? ഈ 5,20,000 ഇൻറ്റു 16% ഇൻറ്റു 3/12. അപ്പോൾ എത്ര വരും? 20,800 ആണ് സെക്കൻഡ് ക്വാർട്ടറിൽ ഇൻട്രസ്റ്റ് വരിക. അപ്പോൾ പ്രിൻസിപ്പൽ പ്ലസ് ഈ 5,20,000 പ്ലസ് 20,800 ആഡ് ചെയ്യുമ്പോഴാണ് ക്ലോസിംഗ് ബാലൻസ് വരിക. അപ്പോൾ എത്ര വരും? 5,40,800 വരും. ഇനി നെക്സ്റ്റ് ക്വാർട്ടറിലെ ഇൻട്രസ്റ്റ് അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? 5,40,800 ഇൻറ്റു 16%. 5,40,800 ഇൻറ്റു 16% ഇൻറ്റു 3/12. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 21,000
632. അപ്പോൾ എത്രയായിരിക്കും ക്ലോസിംഗ് ബാലൻസ്? 5,40,800 പ്ലസ് 21,632 വരുമ്പോൾ 5,62,432. അപ്പോൾ നെക്സ്റ്റ് ക്വാർട്ടറിൽ ഇൻട്രസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? 5,62,432 ഇൻറ്റു 16% ഇൻറ്റു 3/12. എത്ര എമൗണ്ട് വരിക? 22,497. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് ഇതേ പ്ലസ് 22,497 എത്ര വരിക? 5,84,929. ഇനി അവസാനത്തെ ക്വാർട്ടറിൽ എത്രയാണ്? 5,84,929 ഇൻറ്റു 16% ഇൻറ്റു 3/12 ചെയ്യുമ്പോൾ എത്ര ലാസ്റ്റ് ഇൻട്രസ്റ്റ് വരുന്നത്? 23,397. അപ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത് ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1,08,326 ആണ് ടോട്ടൽ ഇൻട്രസ്റ്റ് വരുന്നത്. ഇത് നമുക്ക് ടോട്ടൽ ലോൺ എമൗണ്ട് വരിക 6,08,326 അങ്ങനെ വരും. ഇനി ബാലൻസ് ഷീറ്റിൽ എങ്ങനെ അൺസെക്യൂർഡും സെക്യൂർഡും നമ്മൾ ട്രീറ്റ് ചെയ്യാമെന്നാണ് നോക്കണ്ടേ. അപ്പോൾ ബാലൻസ് ഓഫ് ലോൺ എത്ര ഉണ്ടായിരുന്നു? പ്രിൻസിപ്പൽ എമൗണ്ട് 5 lakh എമൗണ്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? 1,08,326. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ നമുക്ക് എത്ര ക്ലെയിം ഉണ്ട്? 6,08,326 ഉണ്ട്. അപ്പോൾ ഇതിൽ വാല്യൂ ഓഫ് സെക്യൂരിറ്റി അറ്റ് ദാറ്റ് ഡേറ്റ് എന്ന് പറയുമ്പോൾ അവസാനം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 31st March 2022 ഷെയർസിൻ്റെ വാല്യൂ എത്രയായിട്ട് കുറഞ്ഞിട്ടുണ്ട്? 80 per share ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 7,000 ഇൻറ്റു 80 എന്ന് പറയുമ്പോൾ എത്ര എമൗണ്ട്? 5,60,000. ഓക്കെ, അത് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എമൗണ്ട് കിട്ടും 48,326 അങ്ങനെ കിട്ടും. അപ്പോൾ സെക്യൂർഡ് ആയിട്ട് ഇവിടെ എത്ര ഉണ്ട്? സെക്യൂർഡ് എന്ന് പറയുമ്പോൾ ബാങ്കിന് റിക്കവർ ചെയ്ത് കിട്ടാവുന്ന എമൗണ്ട് എത്രയുണ്ട്? വാല്യൂ ഓഫ് സെക്യൂരിറ്റി ആ ഡേറ്റിനുള്ള വാല്യൂ ഓഫ് സെക്യൂരിറ്റി എത്ര? 5,60,000. അതെന്തായാലും ബാങ്കിന് കിട്ടുമല്ലോ. ലോൺ അടച്ചാലും അടച്ചില്ലെങ്കിലും ബാങ്കിന് അത് റിക്കവർ ചെയ്തെടുക്കുക. അപ്പോൾ അത് സെക്യൂർഡാണ്. അപ്പോൾ സെക്യൂർഡിൻ്റെ എമൗണ്ട് എത്രയാണ്? 5,60,000. അൺസെക്യൂർഡ് എത്രയാണ്? ബാക്കി ഇപ്പോൾ ലോണ് ടോട്ടൽ ക്ലെയിമിൽ നിന്ന് സെക്യൂർഡ് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി അൺസെക്യൂർഡ് ആണ്. അപ്പോൾ 48,326 ആണ് അൺസെക്യൂർഡ് അസെറ്റ് വരുന്നത്.